നമസ്കാരം. DFO മനു സത്യനാണ് ഇന്ന് നമ്മോടൊപ്പം പോഡ്കാസ്റ്റിൽ സംസാരിക്കാനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം, അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടാം. നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. സ്വാഗതം സർ. സർ, ഈ യുവതലമുറയിൽ ഇപ്പോൾ കുറച്ച് ജനകീയമായിട്ട് വരുന്ന ഒന്നാണ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം എന്നുള്ള അവയർനെസ് മെസ്സേജുകൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നിപ്പം അമൃത വിശ്വവിദ്യാപീഠത്തിൽ ഇതുപോലൊരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഉള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ പലപ്പോഴും അമ്മയുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ അമ്മ എപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ബോധവൽക്കരണത്തിന് പ്രാധാന്യം. എന്ത് കാര്യം നമ്മൾ ചെയ്താലും ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം ഇല്ലെങ്കിൽ ആ ചെയ്ത കാര്യങ്ങളൊന്നും പ്രാവർത്തികമാവില്ല. പല ഉദാഹരണങ്ങളും കാണിച്ചിട്ട് അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു ചുവടുവയ്പ്പാണ് എപ്പോഴും ഒരു പയനീർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന, അറിവ് പകരാൻ വേണ്ടി നിലകൊള്ളുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വനമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വളരെ രൂക്ഷമായിട്ട് നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം തെറ്റായ വിവരങ്ങൾ, തികച്ചും തെറ്റായ വിവരങ്ങൾ, വാസ്തവത്തിൽ നിന്നും വളരെ ദൂരെ നിൽക്കുന്ന വിവരങ്ങളും മറ്റുമാണ് പുറത്ത് പ്രചരിക്കുന്നത്. അപ്പം ആ സമയങ്ങളിലെല്ലാം ഏത് വിഷയത്തിനും ഒരു രണ്ട് ഭാഗങ്ങളുണ്ടാവും. അപ്പം വനത്തിൻ്റെ ഭാഗം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കൃത്യമായ രീതിയിൽ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു വിശകലനം നടത്തി എന്താണ് കാരണമെന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിയിക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും നടക്കുന്നത് ഒരു ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ്. ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മാത്രമാണ് ജനങ്ങൾ വിവരങ്ങൾ അറിയുകയും അവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പം എല്ലാ വിഷയങ്ങളെപ്പറ്റിയും, വനമാകട്ടെ എല്ലാ വിഷയങ്ങളെപ്പറ്റിയും കൃത്യമായി പറഞ്ഞ് അതിൻ്റെ ഒരു സത്യാവസ്ഥ കൊണ്ടുവരുവാനായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടും ഈ ഒരു സംരംഭം നല്ലതായിരിക്കും. ഇപ്പോൾ വനത്തെക്കുറിച്ചാണെങ്കിൽ ധാരാളമുണ്ട്. കാരണം വനത്തെപ്പറ്റി പറയുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ, വളരെ ചുരുക്കം ഓഡിയൻസിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ വനം വകുപ്പിന് വളരെ ഉപയോഗപ്രദമായിരിക്കും ഭാവിയിൽ. ഞങ്ങളുടെ ഈ അമൃതയുടെ പോഡ്കാസ്റ്റ് ഏതൊക്കെ രീതിയിൽ വനം വകുപ്പിനെ സഹായിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസത്യങ്ങളായിട്ടുള്ള പല പ്രചാരണങ്ങളും നമുക്ക് കൃത്യമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാനൊരു അവസരം വനം വകുപ്പിന് ലഭിക്കും. വന നിയമങ്ങളെപ്പറ്റി പലർക്കും കൃത്യമായ ധാരണയില്ല. അപ്പം അറിയാത്തതിനെ ഭയക്കുക എന്നുള്ളൊരു പ്രവണതയാണ് മനുഷ്യർക്കുള്ളത്. അപ്പം വനമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ വനത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വന്യജീവികളും വനവും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വനം വകുപ്പിന് പറയാൻ സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ സമൂഹം നേരിടുന്ന പാരിസ്ഥിതികമായ പല കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ വനം വകുപ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വനം വകുപ്പിൻ്റെ ഓരോ സേവനങ്ങൾ എന്തെല്ലാമാണ്, ആ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ എങ്ങനെ അവർ പ്രൊസീഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുവാനായിട്ട് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. താങ്കൾ പറഞ്ഞ വിഷയങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ പോഡ്കാസ്റ്റിലൂടെ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി.